Hello friends, welcome back to our channel. ഇന്ന് നമ്മളൊരു പൊട്ടറ്റോ 65 ആണ് ട്ടോ ഉണ്ടാക്കുന്നത്. ഉരുളൻകിഴങ്ങ് മാത്രം മതി ഇതിന്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല സ്പൈസിയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഞാനിവിടെ ഒരു വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ചെടുക്കണം. നല്ല വലിയ കഷ്ണങ്ങളാവാൻ പാടില്ല, അതുപോലെ തന്നെ നല്ല ചെറുതാവാനും പാടില്ല. ഒരു മീഡിയം കഷ്ണാക്കിയിട്ട് വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് മുഴുവൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ചധികം വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഇത് നല്ല സോഫ്റ്റായി കിട്ടും. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതാ നമ്മുടെ ഉരുളൻകിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ചൂടാറട്ടെ. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ചൂടോടുക്കനെ നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. നല്ല ചൂടായ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ സമയത്ത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 വറ്റൽമുളകും ഒരു പച്ചമുളകും, നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇത് ഏകദേശം വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അധികം ചേർക്കുന്നില്ല. ഇനി ബാക്കിയുള്ളത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ ഉരുളൻകിഴങ്ങിൽ പിടിക്കണം. ഈ ഉരുളൻകിഴങ്ങൊന്ന് സോഫ്റ്റായി വരണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത്രയേ ഉള്ളൂ, നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുത്തു. ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഈ ഉരുളൻകിഴങ്ങൊക്കെ ഉടഞ്ഞു പോവും. നമ്മുടെ പൊട്ടറ്റോ 65 റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ നാനിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ്, സിമ്പിളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. സിമ്പിളായിട്ടുള്ള റെസിപ്പീസ്, അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.